ബോൾട്ട് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഡ്രം അതിലാണ് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടോ ഷിപ്പിംഗ് ഒക്കെ കണക്ടറാണ്. ഈ ഒരു കണക്ടർ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ എക്സോസ്റ്റ്. ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബോൾട്ടാണ് ഇവിടെ ഇപ്പോൾ എല്ലാവരും ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കും. AI മോഡൽ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ളൊരു മോഡലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷ് ജി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ കുറേ നാൾ ചെയ്തൊരു വീഡിയോസിൽ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് മാറ്റി ചിന്തിച്ചുകൊണ്ടൊരു വീഡിയോ ആണ്. ഒരു അൺബോക്സിങ് തന്നെയാണ്, പക്ഷേ ഒരു വാഷിംഗ് മെഷീനാണ്. ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും എടുത്ത് പറയുകയാണ്, സാംസങ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഞാൻ എടുക്കുന്നത്. ഒന്നിനും പ്രൊമോഷനോ കാര്യങ്ങളായിട്ടൊന്നും ചെയ്യുന്നതല്ല. വീട്ടിലേക്ക് വേണ്ടി മേടിച്ച ഒരു വാഷിംഗ് മെഷീനാണ്. അതായത് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു AI മോഡൽ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളൊരു മോഡലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മോഡൽ കോഡും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഞാനിപ്പം പുറമേ അങ്ങ് പറഞ്ഞു പോകാം. ഇത് ഞാൻ എടുത്തത് നമ്മുടെ കോട്ടയത്തെ റിലയൻസിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി ഞാനൊന്ന് പറഞ്ഞു പോയേക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ. നമുക്ക് ഏതായാലും ഇവരൊന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഈ കൊടുത്തിരിക്കുന്ന രണ്ടെണ്ണം ടാഗ് ഞാനൊന്ന് കട്ട് ചെയ്യുകയാണ്. ആസ് യൂഷ്വൽ ഇതൊന്ന് പൊക്കിയാൽ മതി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഒന്ന് പൊക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവനെ ഏതായാലും ഒന്ന് തുറന്ന് നോക്കാം. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഇവരുടെ സാംസങ് കമ്പനിയിൽ നിന്ന് തന്നെ ആൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു ദിവസം ഡിലേ എടുക്കും. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച ലോക്ക്ഡൗൺ ആണ്. പിന്നെ ആ ഒരു ദിവസം വരെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഞാൻ പിന്നെ പതുക്കെ ഒന്ന് പൊക്കി എടുക്കുകയാണ്. ഓക്കേ, അപ്പം ഇത് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നില്ല, ഇതാണ് വാഷിംഗ് മെഷീൻ. അതിൻ്റെ ഒരു സൈഡായിരിക്കും ഇപ്പോൾ എല്ലാവരും കാണുന്നത്. നമുക്കിങ്ങനെ പതുക്കെ ഇങ്ങനെ ചെരിക്കാം. യെസ്, ഇതാണ് ഐറ്റം. അധികം സ്വിച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് ഒരു ടച്ചിൻ്റെ ഒരു പാഡും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഫോൺ കണക്ട് ചെയ്യാൻ സാധിക്കും, അതായത് ഇതിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. പിന്നെ വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കും. ഏതായാലും ഇവൻ്റെ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അഴിച്ചൊന്ന് പുറത്തോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ മേലിലുള്ള കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അഴിച്ചിങ്ങ് എടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ആദ്യമേ പറയുന്നുണ്ട്. അതായത് ബാക്കിൽ അഴിച്ചെടുക്കേണ്ട 1, 2, 3 നമുക്ക് അഴിച്ചെടുക്കാനുണ്ട്. 5 ബോൾട്ട് അഴിച്ചെടുക്കുന്നത് വേറൊന്നുമില്ല, ഡ്രം ശരിക്കും പറഞ്ഞാൽ ഇതിലോട്ട് ടൈറ്റ് ചെയ്താണ് വെക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രം കിടന്ന് കുലുങ്ങാതിരിക്കാൻ വേണ്ടി, കാരണം എല്ലാവർക്കും അറിയാം സ്പ്രിംഗ് ലോഡഡ് ആണ് വരുന്നത്. അത് കുലുങ്ങാതിരിക്കാൻ വേണ്ടി ഇതിൽ തന്നെ കൊടുത്തിരിക്കാൻ മതി. അഴിച്ചെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി. പിന്നെ ഡ്രെയിനിൻ്റെ ഹോസും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യേണ്ട രീതിയും കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വഴിയെ നോക്കാം. ആദ്യം ഇതിൻ്റെ എല്ലാം ഒന്ന് പറിച്ച് ഒന്ന് സെറ്റാക്കാം. എല്ലാവർക്കും ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് അധികം സ്വിച്ചസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു ടേൺ ചെയ്യാൻ പറ്റുന്ന ഒരു നോബും അതിൽ ബാക്കിയുള്ള ഫുള്ള് വരുന്ന ടച്ച് സ്വിച്ചാണ് വരുന്നത്. പിന്നെ ഇതിനകത്തെല്ലാം എഴുതി കാണിക്കുന്ന പരിപാടിയാണ്. അതായത് പഴയ ഒരു രീതി മാറി കുറച്ചുകൂടി ഒരു ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. വാറണ്ടി 3 years പറയുന്നത്, ഫുൾ മെഷീന് 3 years വാറണ്ടി പറയുന്നുണ്ട്. 10 years മോട്ടോർ വാറണ്ടി, പിന്നെ 10 years ഈക്കോ ബബിളർ എന്ന് പറയുന്നൊരു ബബിള് ഫോം ചെയ്യാൻ വേണ്ടി, അതായത് ഇതിനകത്ത് സോപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിനെ ബബിൾസ് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ നല്ല രീതിക്ക് എന്നാ പറയുന്നത് സൊല്യൂഷൻ പതപ്പിച്ച് ഇതിനകത്തോട്ട് വിടാറുള്ളൂ. അത് ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് മോട്ടറുണ്ട്. അപ്പം ആ മോട്ടറിന് 10 വർഷം, അങ്ങനെയാണ് 23 വർഷം വാറണ്ടി അവർ പറയുന്നത്. നമുക്ക് അത് തുറന്നു നോക്കാം. ഇതിനകത്ത് നമുക്ക് വരുന്ന ഐറ്റംസ് ഒക്കെ ഒന്ന് കാണാൻ സാധിക്കും. ഫാനും കാര്യങ്ങളൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് അഴിച്ചെടുക്കാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ വെള്ളത്തിൻ്റെ ഹോസ്, ഇതിനോട് കണക്ട് ചെയ്യാനുള്ള ഹോസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എടുത്തൊന്ന് ചെക്ക് ചെയ്യാം. ഈ കൊടുത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് ക്യാപ്പ് നമുക്ക് ഞാൻ പറഞ്ഞ ഡ്രമ്മിൻ്റെ ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം യൂസർ മാനുവൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി ഇതിൻ്റെ പണിയിലോട്ട് പോകാം. ഓക്കെ, അപ്പം നമുക്കിനിയിപ്പം ഈ ഒരു കവറിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഞാൻ അതിൽ കട്ട് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഒരു ഹോസാണ് വരുന്നത്. ഈ ഒരു ഹോസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാട്ടർ ലൈനിൽ നിന്ന് ഈ ഒരു വാഷിംഗ് മെഷീനിലോട്ട് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള വാട്ടർ ലൈനാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നെടുക്കാം. ഒന്ന് പോസ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഒരു വാട്ടർ ലൈനാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്. ഇത് നമ്മുടെ മെയിൻ ഹോസിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈനും മെയിൻ ലൈനിലോട്ട് വരുന്ന കണക്ട് ചെയ്യാനും ഇത് നമ്മുടെ വാഷിംഗ് മെഷീനിലോട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. ഇത് ശരിക്കും ഒരു ലോക്ക് ഫെസിലിറ്റി ഉള്ള ടൈപ്പാണ്. അതായത് നേരെ താഴോട്ട് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പം കുറച്ചുകൂടെ ഫിറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഒരു സമയത്ത് നമുക്ക് ഈ ഹോസ് ഊരണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഊരാൻ സാധിക്കും. ഞാൻ തിരിച്ചതുപോലെ തന്നെ ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇന്ന് തൽക്കാലം ഒന്ന് മാറ്റാം. ഇനി അടുത്ത് വരുന്ന കുറച്ച് ക്യാപ്സ് വരുന്നുണ്ട്. അതായത് ഒരു 3 ക്ലോസിങ് ക്യാപ്പ് വരുന്നുണ്ട്. ഈ ക്യാപ്പ് വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഡ്രം ലോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്ന ആ ബോൾട്ട് അഴിച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ഹോളായിരിക്കും. ആ ഹോള് ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള ക്യാപ്സാണിത്. പിന്നെ വരുന്നൊരു കണക്ടറാണ്. ഈ ഒരു കണക്ടർ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ എക്സോസ്റ്റ് അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്ന വാട്ടർ ഔട്ട്ലെറ്റിലേക്ക് പോകുന്ന വെള്ളം ഇതിലേക്ക് കയറി, അതായത് ഒരു ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ താഴെക്കൂടെ തൂങ്ങിയൊന്നും കിടക്കാതെ മേലെക്കൂടെ ഡയറക്റ്റ് താഴോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സ്പാനറും കൂടെ ഉണ്ട്. ഈ സ്പാനർ ഞാനിപ്പോൾ എല്ലാവർക്കും കാണിച്ചാൽ എന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഇത് നമ്മുടെ ലെഗിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഡ്രമ്മിൻ്റെ ലോക്ക് ഊരാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ആ പരിപാടിയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബാക്കിലത്തെ പോർഷൻ 1, 2, 3 ഈ 3 ബോൾട്ടാണ് നമുക്ക് അഴിക്കാനുള്ളത്. ഈ 3 ബോൾട്ട് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഡ്രം അതിലാണ് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയോ ഷിപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അനക്കം തട്ടിയാൽ പോലും ഡ്രമ്മിന് കുഴപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് 3 ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അഴിക്കാൻ വേണ്ടിയുള്ള ടൂള് ഇതാണ്. എല്ലാവർക്കും കാണാൻ സാധിക്കും. നമ്മൾ സാധാരണ അഴിക്കുന്നവരെ അഴിച്ചാൽ മതി. പക്ഷേ ഇങ്ങനെ അഴിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ റാച്ചറ്റ് യൂസ് ചെയ്യുകയാണ്. റാച്ചറ്റ് ആകുമ്പോൾ നമുക്ക് പണി എളുപ്പമുണ്ട്. യെസ്, അങ്ങനെ ഊരിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഈ ഒരു ഹോള് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കുറച്ച് ക്യാപ്പ് കിട്ടിയിരിക്കുന്നത്. ഈ വരുന്നൊരു ക്യാപ്പ് ഞാൻ ഇപ്പോൾ എല്ലാവരും കാണിച്ചായിരുന്നു. ഈ ഒരു ക്യാപ്പ് അതുപോലെ തന്നെ നമ്മളിത് ഇൻസേർട്ട് ചെയ്ത് അത് ക്ലോസ് ചെയ്യുകയാണ്. യെസ്, അപ്പോൾ അത് വൃത്തിയായി. ഇനി ഇതുപോലെ അടുത്ത് ഈ 2 കൂടെ ഞാൻ ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഈ ക്യാപ്പ് ഫുള്ള് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ വാഷിംഗ് മെഷീൻ നമുക്ക് അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ താഴെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നേരെ നമ്മുടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഞാൻ ബാത്റൂമിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അവിടെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് ബാക്കി വാട്ടർ ലൈനിൻ്റെ കണക്ഷൻ കൊടുക്കാനുണ്ട്. പിന്നെ പ്ലഗിൻ്റെ കണക്ഷനും. ഈ ഒരു കാര്യം കൂടെ കഴിഞ്ഞ ഉടനെ നമ്മുടെ വർക്കെല്ലാം തീർന്ന് നമുക്ക് ഏകദേശം ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബോൾട്ടാണ് ഇവിടെ ഇപ്പോൾ എല്ലാവരും കാണുന്നത്. അത് ഞാനിപ്പോൾ ഒരേ ലെവലിൽ, കാരണം എല്ലാം ഒരേ ലെവലിൽ തന്നെ നിൽക്കുന്ന ഇപ്പോൾ എല്ലാവർക്കും കാണാം. അങ്ങനെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഈ ഒരു ഐറ്റം നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ സ്ക്രൂസ് എല്ലാം ഒന്ന് ബാക്കിലോട്ടാക്കി. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ബാക്കിലോട്ടാക്കി കഴിഞ്ഞിട്ട് ഈ 2 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. നമുക്ക് ഒരു സ്പാനർ വെച്ച് തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു 7 mm സ്പാനർ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ബാക്കിലത്തെ 2 സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ ഞാനിത് ആദ്യം ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുകയാണ്. ബാക്കിലത്തെ സ്ക്രൂ ഒന്ന് ഞാൻ കൈകൊണ്ട് തന്നെ ജസ്റ്റ് എല്ലാവർക്കും കാണാൻ പറ്റും ഞാൻ ടൈറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്രണ്ടിലത്തെ ഒന്ന് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മേലോട്ടൊന്ന് പൊക്കി പിടിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. കാരണം ഇതിനകത്ത് റബ്ബർ വരുന്നുണ്ട്. ആ റബ്ബർ ടൈറ്റ് ആയിക്കോളും. അപ്പം ഇത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു റാച്ചറ്റിൻ്റെ ഹെൽപ്പ് വെച്ച് തന്നെ ഒന്ന് ടൈറ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഞാൻ റാച്ചറ്റിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് ഒന്ന് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനി അനങ്ങത്തില്ല. അപ്പോൾ ഇവിടെ താഴെ റബ്ബറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നതിനനുസരിച്ച് ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് താഴത്തെ സപ്പോർട്ട് കൊണ്ട് ലീക്കും വരത്തില്ല. അപ്പോൾ ഇനി താഴെ ഇതും കൂടി ഞാൻ കണക്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ഹോസിലോട്ട് കണക്ട് ചെയ്ത് ഞാനിപ്പോൾ കാണിച്ചായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. നമ്മളിത് താഴോട്ട് ടൈറ്റ് ചെയ്ത് കയറ്റുകയാണ്. ഈ ഒരു പോർഷനിലോട്ടാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഹോസ് ക്ലിപ്പ് ചെയ്യേണ്ടത്. ആ ക്ലിപ്പ് വന്ന് കയറുന്നത് ഇവിടെയാണ്. ഈ ഒരു ചെറിയൊരു സീലിലാണ് ശരിക്കും പറഞ്ഞാൽ വെള്ളം പോവാതെ അത്തരം സീലായിട്ട് നിൽക്കുന്നത്. എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് ഇതാണ് ഇതിന് താഴെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അൺലോക്ക് ചെയ്യാൻ വേണ്ടുമ്പോൾ താഴോട്ട് വലിച്ചാൽ മതി. താഴോട്ട് വലിച്ച് ഇൻസേർട്ട് ചെയ്തു കയറ്റി. അപ്പോൾ അത് സെറ്റായി. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുക. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഇതാണ് ഇതിൻ്റെ വാട്ടർ ഇൻലെറ്റിൻ്റെ ഹോസ് കണക്ട് ചെയ്യാനുള്ളൊരു പോർഷൻ വരുന്നത്. ഈ ഒരു പോർഷനിലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതേതെല്ലാം ഒന്ന് കണക്ട് ചെയ്യാൻ ഞാൻ ആദ്യം ഇവിടെ എല്ലാവരെയും കണക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തന്നായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആ അറ്റത്തെ ഇതെല്ലാവരും കാണിച്ചു തന്നായിരുന്നു. ഇത് ഞാൻ കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഇട്ടേക്കുകയാണ്. സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. ചടങ്ങ് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. ടൈറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. നല്ല ടൈറ്റ് വരണം. ലീക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഓവർ ടൈറ്റും വേണ്ട, ഒരു നോർമൽ ടൈറ്റ്.
ഓക്കെ, ഇപ്പോൾ അത് ടൈറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ ഡ്രെയിനിലേക്കുള്ള പൈപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ അവർ പറയുന്നത് 60 സെൻറ്റിമീറ്റർ, ഗ്രൗണ്ടിൽ നിന്ന് ഒരു 60 സെൻറ്റിമീറ്റർ ഹൈറ്റ് വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹൈറ്റ് ഞാൻ നോക്കുമ്പോൾ ഈ ഒരു പൊസിഷനാണ് വരുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഒന്ന് വളഞ്ഞു വരാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണിക്കുന്നത്. ഞാൻ ഈ ഒരു കവർ ആദ്യം തന്നെ എല്ലാവരെയും കാണിച്ചായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭിത്തിയിലോട്ട് ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കാൻ സാധിക്കും. എന്നിട്ട് ഹോസ് ഇതിലേക്ക് കയറ്റി വിടാൻ വേണ്ടി, അതായത് ഹോസ് കണക്ട് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിനാണ് ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് കൊടുത്തുകൊണ്ട് ഒന്ന് ഡ്രെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കാം. അതിനും ആദ്യം ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫംഗ്ഷനും വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്കിനി വെള്ളം ഒന്ന് തുറന്ന് നോക്കാം. ലീക്കോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക, ലീക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഒന്നുമില്ല. ഇനിയിപ്പോൾ ഏതായാലും ഇതിൻ്റെ പവർ കോഡ് നമുക്കൊന്ന് പുറത്തോട്ടെടുത്ത് ഒന്ന് കണക്ട് ചെയ്യാം. ഞാൻ കൊടുത്തിരിക്കുന്നതിൻ്റെ പവർ സോക്കറ്റ് ഇവിടെയാണ്. ഈ പവർ സോക്കറ്റിലോട്ട് ഞാനിപ്പോൾ കണക്ട് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പം നമ്മളിപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്തു. ഇനി വാഷിംഗ് മെഷീൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഏതായാലും പ്ലഗ് കണക്ട് ചെയ്തു, വാട്ടറിൻ്റെ കണക്ട് ചെയ്തു, ഡ്രെയിനും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓൺ ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുകയാണ്. യെസ്, ഒന്ന് നോക്കാം എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന്. പ്രത്യക്ഷത്തിൽ ഒന്നും കാണിക്കുന്നില്ല. ഏതായാലും പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. വലത്തെ കൈ കൊണ്ട് തന്നെ ഓൺ ആക്കിയേക്കാം. ആഹാ, നമുക്ക് ആദ്യം കാണാൻ സാധിക്കും. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ആദ്യം ചോദിക്കുന്നുണ്ട്. ലാംഗ്വേജ് ഏത് വേണം, ഇംഗ്ലീഷ്, ഹിന്ദി, ഈ രണ്ട് ഇതും ഇതിനകത്തുണ്ട്. ഞാൻ ഏതായാലും ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് ഇതാണ് എൻ്റർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. യെസ്, ഇനി empty drum before calibration, now hold to start calibration. അപ്പം ഞാനൊന്ന് കാലിബ്രേറ്റ് ചെയ്യുകയാണ്. ആദ്യം തന്നെ കാലിബ്രേറ്റ് ചെയ്യണം. ഞാനൊന്ന് ഓക്കെ അടിക്കുകയാണ്. ഉടനെ ഇപ്പോൾ എല്ലാവർക്കും കാണാം വെൽക്കം എന്ന് എഴുതി കാണിച്ചത്. ഇനി ലെറ്റ്സ് എക്സ്പ്ലോർ ദ ന്യൂ വാഷിംഗ്, ടേൺ ഓൺ ദ ഡയൽ ടു എക്സ്പ്ലോർ. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യും. ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഗ്രേറ്റ്. നൗ ഹോൾഡ് ടു സ്റ്റാർട്ട് ദ സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഇത് പ്രസ് ചെയ്താൽ മതി. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാം. ടാപ്പ് ടു സീ ദ അഡീഷണൽ ഫംഗ്ഷൻ. അപ്പം അഡീഷണൽ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഡീഷണൽ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ കാണും. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെ ഒരു ഗ്രേറ്റ് എഴുതി കാണിക്കൽ കൊള്ളാം. ട്രൈ സേവിങ് ഫേവറേറ്റ്സ്. ഇനി വായിക്കത്തിന് പോകുമ്പോൾ കളയാണ്. എ വാഷ് ദാറ്റ് നോസ് യു ഓൾ ഡൺ. അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ അത് പ്രസ് ചെയ്ത് നോക്കാം. ഒന്നും കാണിക്കുന്നില്ല. പ്ലേ ഒന്ന് പ്രസ് ചെയ്തതല്ല. ഓക്കെ, നമ്മുടെ വാഷിംഗ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ കോട്ടൺ. നമുക്ക് ഇടേണ്ട ക്ലോത്ത്സ് ഏതൊക്കെയാണ് വരുന്നത്. കോട്ടണിൽ വരുന്ന സമയത്ത് എത്ര മണിക്കൂർ എടുക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ അവിടെ കാണിച്ചത്. 1 മണിക്കൂർ 27 മിനിറ്റ്. ക്വിക്ക് വാഷ്, അതായത് നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് 15 മിനിറ്റ് കൊണ്ട് തീർക്കുന്നതായിരിക്കും. ഇതെല്ലാം ഈ നോബ് തിരിക്കുന്ന അനുസരിച്ചാണ് അതിൻ്റെ വരുന്നത്. നെക്സ്റ്റ് ഞാനടുത്ത് സൂപ്പർ ഈക്കോ വാഷ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. 2 മണിക്കൂർ 21 മിനിറ്റുമാണ് അതിനെടുക്കുന്നത്. മാക്സിമം 4 kg എന്ന് അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് തിരിക്കുകയാണ്. കോട്ടൺ, അതായത് കോട്ടൻ്റെ കുറച്ചുകൂടെ ഒരു ഇത് കൂടിയ മോഡൽസ് ഒക്കെയാണ്. അതിന് 1 മണിക്കൂറും 49 മിനിറ്റും. ഇനി സിന്തറ്റിക്സ് ആണ്, പോളിസ്റ്റർ നൈലോൺ, അത് എഴുതി കാണിച്ചിട്ടുണ്ട്. അതിന് മാക്സിമം 4 kilos ആണ്. 2 മണിക്കൂർ 25 മിനിറ്റുമാണ് അതിൻ്റെ ടൈമർ. നെക്സ്റ്റ് വന്ന് ഡെലിക്കേറ്റ്സ് ആണ് വരുന്നത്. ഡെലിക്കേറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല ഈ എന്നാ പറയുന്നത് കട്ടിക്കുറവുള്ള തുണികളും കാര്യങ്ങളൊക്കെയാണ്. 35 മിനിറ്റ്. പിന്നെ ടവൽസും കാര്യങ്ങളൊക്കെ അതിന് 2 മണിക്കൂറാണ്. സാനിറ്റൈസും കൂടെ, അതായത് ഈ സ്റ്റീമും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കണ്ടോ, ജെല്ലി സാനിറ്റൈസ് എന്നുള്ള കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഡിങ്, ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോ മോഡ്സുണ്ട്. ഞാൻ എല്ലാം കാണിച്ചപ്പം ഇതാക്കുന്നില്ല. ഹൈജീൻ, സ്റ്റീം, ഇത് സ്റ്റീമും കൂടെ കൂട്ടി എല്ലാം കൂടെ ചെയ്യുന്നതിനാണ്. അതിന് 2 മണിക്കൂറാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ സമയം ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സ്പിന്നിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് തുണി ഉണക്കാൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ സ്പീഡ് നമുക്കിവിടെ വേരി ചെയ്യാൻ സാധിക്കും. ഇപ്പം 1400 എന്നുള്ള നമുക്ക് ഇഷ്ടമുള്ള സ്പീഡ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇനി ഡ്രം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് നമ്മൾ ഡ്രമ്മിനകത്ത് ചെളിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഡ്രം ക്ലീനിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഇതിനകത്ത് വരുന്നത്. ഇനി ബാക്ക് പോകുന്ന പരിപാടി ഒന്ന് നോക്കാം. ഞാനൊന്ന് ഓഫ് ചെയ്തു. ഞാനൊന്നുകൂടെ ഓൺ ചെയ്യാണ്.
അപ്പോൾ കാലിബ്രേഷൻ അവർ ഫസ്റ്റ് പറഞ്ഞ പോലെ പറയുന്നുണ്ട്, ഹോൾഡ് ടു സ്റ്റാർട്ട് ദ കാലിബ്രേഷൻ. അപ്പോൾ ഞാൻ കാലിബ്രേഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഫൈൻ. ഇനിയിപ്പോൾ ഇതൊന്ന് കാലിബ്രേഷൻ ആണ് നടത്തുന്നത്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഫൈൻ ട്യൂണിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതാക്കിക്കൊണ്ടാണ്, അതായത് ഫുൾ എം ടി ആക്കിക്കൊണ്ടാണ് കാലിബ്രേഷൻ ചെയ്യുന്നത്. എല്ലാവർക്കും കാണാൻ സാധിക്കും എന്തൊക്കെയോ പരിപാടി അതിനകത്ത് നടക്കുന്നുണ്ട്. യെസ്, കറങ്ങുന്നുണ്ട്. ഒരു ടെസ്റ്റ് ഡ്രൈവ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. വെയിറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു വാഷിന് ഞാനൊന്ന് ഇടാൻ വേണ്ടി പോവുകയാണ് ഇതൊന്ന് കഴിഞ്ഞിട്ട്. അപ്പം അന്നേരം അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് കൂടെ പറയാം. ഓക്കെ, കാലിബ്രേഷൻ കംപ്ലീറ്റ് ആയെന്നുള്ളത് കാണിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും അവിടെ എഴുതി കാണിക്കുകയും ചെയ്യുക. അതിനകത്ത് കൂട്ടത്തിലൊരു മ്യൂസിക്കും കൂടെ വരുന്നുണ്ട്. ഈ മ്യൂസിക് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിടാൻ സാധിക്കും. പിന്നെ ഇതിൽ ജസ്റ്റ് ഫ്രണ്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാം. 5 സ്റ്റാർ റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. യെസ്, അപ്പം അവൻ ഓഫായി. സാംസങ്ങിൻ്റെ ലോഗോ ഉണ്ട്. അത് പിന്നെ കാലിബ്രേഷൻ കഴിഞ്ഞ് വെൽക്കം ഒക്കെ എഴുതി കാണിച്ചിട്ട് എക്സ്പ്ലോർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാണ്. ഒരു ടച്ച് മതി, ഓഫായി. വാറണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചായിരുന്നു. ഇത് നമ്മുടെ QR ആണ്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ക്വിക്ക് വാഷ് ഞങ്ങളിപ്പോൾ ഒന്ന് നോക്കുകയാണ്. അത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് 15 മിനിറ്റ്സ്. കുറച്ചേറെ ലോഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പരിപാടി എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഈ ക്വിക്ക് വാഷിനകത്ത് ടെമ്പറേച്ചറും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും വെള്ളം കയറി വരുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇനി ക്വിക്ക് വാഷ് 1 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ അത് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. 800 RPM കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 1400 RPM വരെ ഇതിന് കിട്ടുന്നതാണ്. പക്ഷേ ഇതിപ്പം ക്വിക്ക് വാഷ് ആയതുകൊണ്ടാണ് 800 RPM ഉണക്കുന്നത്. ഓക്കെ, അപ്പം പരിപാടി കഴിയുമ്പോഴത്തേക്കും ഇത് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ഇൻഫർമേഷനും അതിൻ്റെ ഒരു ട്യൂണും കൂടെയാണ് ഇപ്പം നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരു 3 വാഷ് കഴിഞ്ഞായിരുന്നു. 3 വാഷ് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയാണ്. കാരണം വേറെ കുറ്റോ കുറവൊന്നും പറയാനില്ല. പിന്നെ പറയാനുള്ളൊരു കംപ്ലൈൻറ്റ് എന്നല്ല, 15 മിനിറ്റ് ഞാൻ പറഞ്ഞൊരു ക്വിക്ക് വാഷ് ആദ്യം ചെയ്ത് നോക്കി. ക്വിക്ക് വാഷിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള വാഷിംഗ് ആണ് കിട്ടുന്നത്. അതിനകത്ത് സ്റ്റീം ചെയ്യുക അങ്ങനത്തെ പരിപാടിയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ സോപ്പ് പതയൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ബബിൾ ചെയ്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുപോലെ കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്. നോർമൽ വാഷിംഗ് ഒക്കെ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ 20 മിനിറ്റ് ആണ് ഇതിൻ്റെ നോർമൽ വാഷിംഗ് ടൈം. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാം ചെളിയും പോകുന്നുണ്ട്. ഹീറ്റ് ചെയ്തും കൂടെയാണ് നമുക്ക് ആ ക്ലോത്ത് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എല്ലാം അടിപൊളിയാണ്. ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് ദിവസം കൂടി യൂസ് ചെയ്യട്ടെ. റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഫുൾ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒരു അൺബോക്സിങ്ങും ഇതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പും മാത്രമാണ് ഞാൻ ഇന്നിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ബെൽ ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.